ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. അത് നിങ്ങളുടെ ആ ഒരു പവർ, നിങ്ങളുടെ ആ ഒരു സന്തോഷം എല്ലാം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ് ഇവിടെ ഇന്ന് റീഡിങ്ങിൽ പറയാൻ പോകുന്നത്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു പഴയ ആ ഒരു സംഘർഷങ്ങൾ, പഴയ ആ ഒരു വേദന, അതെല്ലാം ഇപ്പോൾ ഭസ്മമാവാൻ പോകുകയാണ്. അതായത് ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടി വരത്തില്ല. അതായത് നിങ്ങളുടെ ആ ഒരു പഴയ സംഘർഷങ്ങൾ, പഴയ വേദനകൾ നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോവാതെ പിറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. കാരണം അത് പൂർണ്ണമായിട്ടും മാറുമ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരത്തില്ലല്ലോ. ഇനി നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇനി വരത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അത്രമാത്രം ബിസിയാവും. അങ്ങനെ ബിസിയാവുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ലല്ലോ. നിങ്ങളുടെ ആ തോട്ട്സിൽ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട്സ് വരും, ഇനി എനിക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇനി അത് ചിന്തിക്കത്തില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ചിന്തിക്കും ഞാൻ എന്നുള്ള തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ വരും. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ് സംഭവിച്ചത് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നെങ്കിൽ ഇത്രത്തോളം നല്ലതായിട്ട് നടക്കത്തില്ലായിരുന്നു. ദൈവമാണ് എൻ്റെ ലൈഫ് തീരുമാനിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും നല്ലതായിട്ട് നടന്നത് എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു പരിഭവം, ചില കാര്യങ്ങളുടെ പരിഭവം അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു 100%. അതായത് നിങ്ങളെപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ദൈവത്തിനോട് പരിഭവം കാണിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ ആ ഒരു പരിഭവം കാണിച്ചതിന് ദൈവത്തിനോട് സോറി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അത് അന്ന് എനിക്കറിയില്ലായിരുന്നു ദൈവമേ, ഞാൻ അങ്ങയെ ഒത്തിരി കുറ്റപ്പെടുത്തി, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റായിട്ടാണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ പാസ്റ്റിൽ ആ ഒരു മോശം എനർജിയെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും ഭസ്മമാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെ സുഖമായിട്ട് ഇനി അങ്ങോട്ട് ഇരിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ പാസ്റ്റ് വളരെ വേദനാജനകമായിരുന്നു. പക്ഷെ അത് ആരും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഇത്രയും അനുഭവിച്ച ആളാണോ ഇങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് അവർക്ക് ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഒത്തിരി കഠിനാധ്വാനം ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ ഞാൻ ഇത്രയും മാത്രം കഠിനാധ്വാനം ആ കാര്യത്തിന് വേണ്ടി ചെയ്തു, പക്ഷേ എനിക്ക് എന്താ അത് ലഭിക്കാത്തത് എന്ന്. പക്ഷേ അതിലും നല്ലതായിരിക്കും നിങ്ങൾക്ക് ദൈവം കാത്തു വച്ചേക്കുന്നത്. അത് സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന, അന്ന് എനിക്ക് അത് കിട്ടാത്തത് ഇന്ന് എനിക്കിത് തരുവാൻ വേണ്ടിയാണ് ദൈവം അന്ന് എനിക്ക് തരാതിരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങളുടെ എല്ലാ പരിഭവങ്ങളും മാറിപ്പോവുകയും വേണം. ദൈവം എടുത്ത ആ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി നല്ലതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയും വേണം. അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ വരാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മുഖത്തൊരു ഗ്ലോ വരുന്നതാണ്. ആൾക്കാർക്ക് തന്നെ തോന്നി ഇതെങ്ങനെ സംഭവിച്ചു, ഇവരുടെ മുഖത്ത് ഇത്ര ഗ്ലോ വരുന്നത് എന്ന്. ഞാൻ മുന്നത്തെ പല റീഡിങ്ങിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതോ പറഞ്ഞ ചില കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ചില ആൾക്കാർ പറയത്തില്ല, എൻ്റെ കയ്യിൽ പണം കായ്ക്കുന്ന മരമുണ്ട്, എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കണ്ട എത്ര ചിലവാക്കിയിട്ടും തീരത്തില്ല, അത്രമാത്രം പൈസയാണ് എൻ്റെ കയ്യിലുള്ളത് എന്നൊക്കെ തമാശയ്ക്ക് പറയത്തില്ലേ. അത് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ പറയുന്നത് അത് മാനിഫെസ്റ്റേഷൻ ആകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു സമൃദ്ധിക്ക് വേണ്ടി ഇങ്ങനെ തമാശയ്ക്ക് എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് മാനിഫെസ്റ്റേഷൻ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ഥിതികൾ ക്രിയേറ്റ് ആവുകയാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് നിങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി, അതിന് വേണ്ടിയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവുകയാണ്. അത് ക്രിയേറ്റ് ആവുന്ന എന്തിനെന്ന് വെച്ചാൽ നിങ്ങളെ അതേപോലെ ഒരു വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ആ വ്യക്തിയാക്കി മാറ്റുവാൻ വേണ്ടിയാണ് സ്ഥിതികൾ ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ ഞാൻ റീഡിങ്ങിൽ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സാമ്രാജ്യം ഉണ്ടാകും എന്നാണ്. ആ ഒരു സാമ്രാജ്യം എപ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഫസ്റ്റ് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്ററിൽ സ്റ്റേബിൾ ആകുമ്പോഴാണ് അത് കിട്ടുന്നത്. അതായത് ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിൾ വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്തോ ഒരു ജോബ്, ബിസിനസ് എന്തോ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ സക്സസ്സിലെത്തുമ്പോൾ നിങ്ങൾക്ക് പവറും ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റെബിലിറ്റിയും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അതായത് നിങ്ങൾക്ക് എന്തോ ഒരു പവർ മുന്നേ ഉണ്ടായിരുന്നു. ആ ഒരു പവർ നഷ്ടപ്പെട്ടു ഇടയ്ക്കെപ്പോഴോ. ആ പവർ വീണ്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ റെസ്പെക്റ്റിൽ കാര്യങ്ങൾ വരുമ്പോഴാണ് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നത്. അതായത് ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി ഈ റെസ്പെക്റ്റായിട്ട് പെരുമാറത്തില്ലേ, അപ്പോഴാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ഇവരുടെ ആ പവറിൽ വരുമ്പോൾ എല്ലാവരും ഇവരോട് റെസ്പെക്റ്റിൽ പെരുമാറുന്നു. ഇനി ഉള്ള സമയത്ത് നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് കുറയുന്നത് മറിച്ച് കൂടുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പവർ ലഭിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ മേൽ എന്തൊക്കെ കള്ളം ആരോപണങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അതെല്ലാം മാറുവാൻ വേണ്ടി അങ്ങനെയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കുകയാണ് ദൈവം. അതായത് ഒരു സമയം നിങ്ങളോട് ഇറസ്പെക്റ്റായിട്ട് പെരുമാറിയവർ തന്നെ ഒരു സമയം നിങ്ങളോട് റെസ്പെക്റ്റായിട്ട് പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇവിടെ നിങ്ങൾക്കൊത്തിരി മിത്രങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മിത്രങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സമ്പർക്കത്തിൽ വരാൻ ആൾക്കാർ ശ്രമിക്കുന്നതായിട്ടാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവരുമായിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധം കൂടുതൽ ആഴത്തിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട്. അപ്പോൾ തമാശയ്ക്ക് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് അത് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് നാൾക്ക് നാൾ സമൃദ്ധിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ തമാശയ്ക്ക് പോലും നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. അതായത് നിങ്ങൾ പണക്കാരനാണ്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അൺലിമിറ്റഡ് ആണ്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലൊരു വീട് ലഭിച്ചു, കുടുംബം ലഭിച്ചു. നിങ്ങൾ എന്താണോ നിങ്ങളെക്കുറിച്ച് പറയേണ്ടത് അത് നല്ലത് മാത്രം പറയുക. കാരണം എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നല്ലത് നടക്കാതിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം പറയുക. ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്പിരിച്വലായിട്ടുള്ള ടൈമാണ്. അതായത് ഡിവൈൻ ടൈം എപ്പോൾ വേണോ വരാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം പറയുക. ഒരു വ്യക്തിയുടെ ശ്രദ്ധ കൂടുതലായിട്ടും യെല്ലോ കളറിലോട്ട് പോകുമ്പോൾ, ഒരു വ്യക്തിയുടെ ശ്രദ്ധ കൂടുതലായിട്ട് ബ്രൗൺ നിറത്തിലോട്ട് പോകുമ്പോൾ, ഒന്നിൽ ബ്രൗൺ കളർ ഡോഗ് അവർക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. സ്വപ്നത്തിൽ ബ്രൗൺ കളർ ഡോഗിയെ കാണാൻ സാധിക്കുക. ചില ആൾക്കാർക്ക് സ്വപ്നത്തിൽ ശിവലിംഗമായിരിക്കും കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം നിങ്ങൾ എന്താണോ പറയുന്നത് ആ ഒരു പറയുന്ന കാര്യം നടക്കുന്നു. ഇനിയെങ്കിലും നിങ്ങളന്ന് നോക്കി നോക്കൂ. അതായത് നിങ്ങൾക്ക് യെല്ലോ കളറിനോട് ഭയങ്കരമായിട്ട് ആകർഷണം തോന്നാം. ബ്രൗൺ കളർ ഡോഗിനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. സ്വപ്നത്തിൽ ശിവലിംഗം കാണാൻ സാധിക്കും. ഈ 3 സൈൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ എന്താണോ പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആകും. അതായത് നമ്മൾ പറയുന്നതെല്ലാം നടക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ നല്ലത് നമുക്ക് വേണ്ടി പറഞ്ഞാലേ നമ്മളെ ജീവിതത്തിൽ നല്ലത് നടക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു 3 സൈൻ നിങ്ങൾക്ക് തന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അത് ഫലിച്ചിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് സംശയം തോന്നി, ഇതെന്താ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഫലിച്ചല്ലോ, എന്താ എൻ്റെ വാക്കുകൾ അത്രമാത്രം ഇതാണോ, പെട്ടെന്ന് ഫലിക്കാൻ മാത്രം അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. ഇവിടെ നിങ്ങളുടെ ശരീരം റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നെഗറ്റിവിറ്റിയാണോ ഉള്ളത് അതെല്ലാം അവസാനിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ശരീരം സ്വസ്ഥമാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയുമില്ല. നിങ്ങൾ വളരെയധികം കൂളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ ഈ ദിവസങ്ങൾ റീഡിങ്ങിൽ വരുന്നത് ഇതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കെയർഫുൾ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങളുടെ ആ ഒരു ശരീരം എക്സസൈസ്, യോഗ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ശരീരം നേരെയാക്കാൻ വേണ്ടി ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. കുറച്ചും കൂടെ സൗന്ദര്യം നിങ്ങൾക്ക് തോന്നും, ഇപ്പോൾ എൻ്റെ മുഖം കാണാൻ ഒരു കാശിന് കൊള്ളത്തില്ല, ടാനാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നി നിങ്ങൾ ആ ഒരു ചർമ്മകാന്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക. എന്തോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ലത് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ദിവസങ്ങളിൽ. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹെൽത്ത് നേരെയാക്കാൻ വേണ്ടി എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് ഓരോന്ന് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇനി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. പനി, ജലദോഷം, ചുമ, അങ്ങനെ കാലുവേദന, കൈവേദന, എന്തെങ്കിലും ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്ത് ഗുളിക കഴിച്ചാലും അപ്പോഴൊന്നും വർക്ക് ആവത്തില്ലേന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ഗുളികയാണോ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രാവിലെ നേരത്തെ എണീക്കുക, നല്ല ഒരു സമയക്രമം എല്ലാത്തിലും വയ്ക്കുക, രാവിലെ ജോലികളെല്ലാം ചെയ്തിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ നിങ്ങളുടേതായ ഒരു പവറിൽ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ധനം തിരികെ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സമയം നിങ്ങൾക്ക് വേണ്ടി ഒരു സേഫ്റ്റി പോയിൻ്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴും ദൈവം നിങ്ങളുടെ പരീക്ഷകൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ദൈവത്തിനോട്, എപ്പോഴും എന്നെ മാത്രം എന്താ ദൈവമേ പരീക്ഷകൾ നേരിടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്? വേറെ ലോകത്ത് വേറെ ആൾക്കാരൊന്നും ഇല്ലേ എന്ന് നിങ്ങൾ പലപ്പോഴും ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലെസ്സിങ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ദൈവം എന്തിനാണ് പരീക്ഷകൾ തരാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിച്ചാലും അത് ഏകാഗ്രതയോടെ നിങ്ങൾക്ക് ആ സന്തോഷിക്കാൻ പറ്റണം. അതിനു വേണ്ടിയാണ് ഇപ്പോഴേ നിങ്ങൾ അതിനു വേണ്ടി റെഡിയാക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ 4 സൈഡിൽ നിന്ന് പ്രോബ്ലം വന്നാലും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, അതിനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബുദ്ധി മാത്രമല്ല, അറിവും നിങ്ങൾക്ക് വേണം, ജ്ഞാനവും ഉണ്ടാവണം. അതിനു വേണ്ടി ദൈവം പല സ്ഥിതികളും ക്രിയേറ്റ് ആക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ബുധനും ഗുരു ഭഗവാനും കൂടെ ഒരുമിച്ചാണ് നിങ്ങളുടെ ഗ്രഹനിലയിലുള്ളത് എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഇനി അങ്ങോട്ട് നിങ്ങളുടെ മൈൻഡ് വളരെ ഷാർപ്പാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിന് വേണ്ടിയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകുന്നതാണ്. ഇവിടെ ഒരു വ്യക്തി നിർത്തിയിട്ട് പോകുന്നിടത്തുനിന്നായിരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അതായത് ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നിടത്ത് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഐഡിയ കിട്ടുന്നു. ഇനി നിങ്ങളുടെ സംസാരത്തിൻ്റെ ആ ഒരു ടോണ് നല്ല രീതിയിലാകുന്നതാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു പ്രശംസയും റെസ്പെക്റ്റും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ബുധ ഭഗവാന്റെ നോട്ടം നിങ്ങളുടെ ഗ്രഹനിലയിൽ നല്ലതാണ്. ഗുരു ഭഗവാന്റെ സൃഷ്ടിയും നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ തോന്നും, ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, എനിക്ക് ഡിഗ്രി ഉണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, എനിക്കിത് ചെയ്യാനുള്ള കഴിവുണ്ട്, ഞാൻ ഈ ജോലി ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പ്രൈവറ്റ് ജോബ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ്, ബിസിനസ്, ഓൺലൈൻ ബിസിനസ് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ റീഡിങ് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മുന്നേ തന്നെ എന്തോ ഒരു അറിവുണ്ട്, പക്ഷേ ആ ഒരു അറിവിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. ഇനി നിങ്ങളുടെ കഴിവ് എന്താണോ ആ ഒരു കഴിവ് അപ്ലൈ ചെയ്യാനുള്ള ഉചിതമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ഭയങ്കരമായിട്ട് 100% നിങ്ങളുടെ ആ ഒരു എഫർട്ട് ആ ഒരു കാര്യത്തിൽ ചെയ്തു. പക്ഷേ നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ട് അതിലൊരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്ക് പറ്റിയ ജോലി ഇതല്ല, വേറെ ജോലിയായിരിക്കാം, ഇതപ്പോൾ നിർത്തിവെക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു. ഇവിടെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ സ്റ്റക്കാക്കുന്നതാണ് ദൈവം. കാരണം നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മനഃപൂർവ്വമായിട്ട് സ്ഥിതികൾ ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ഞാൻ പറയുന്നത് പ്രൈവറ്റ് ജോബിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ഒരു ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നു, പക്ഷേ അതിലൊരു വിജയം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്കപ്പോൾ മനസ്സിൽ തോന്നിയാണ് ഈ ജോലി വിട്ട് കളഞ്ഞിട്ട് വേറെ ജോലി ചെയ്യാമെന്ന്. അങ്ങനെ സ്ഥിതികൾ ക്രിയേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പുതിയ ജോലി കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അറിവനുസരിച്ച് ഒരു അവസരം നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. ആ ഒരു അവസരം നിങ്ങൾ ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജോബില്ലാതെ അല്ലെങ്കിൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ഈ ജോബ് വേണ്ട, വേറെ ജോബ് വേണം എന്ന് വിചാരിക്കുന്നവർ, ജോബില്ലാത്തവർ, അവർക്കൊക്കെ ഒരു അവസരം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോവുകയാണ്. ആ ഒരു ജോബിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഇത്ര മാത്രമുള്ള ഏണിംഗ് വരും. നിങ്ങളുടെ മനസ്സ് വരെ സന്തോഷിക്കും ആ ഒരു ഏണിംഗ് കിട്ടുമ്പോൾ. അതായത് എൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ സന്തോഷിക്കും. ഇവിടെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഈ 2 ഊർജ്ജവും നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഉണ്ട്. നെഗറ്റിവിറ്റി ചില ആൾക്കാരുടെ രൂപത്തിലാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യത്തിൽ സന്തോഷം ലഭിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അതിലെന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കും.
നിങ്ങളുടെ ലൈഫിൽ പല കളികളും സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും വിജയത്തിലെത്താൻ സാധിക്കരുത്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയാണ് എൻ്റെ ലൈഫിലെ മെയിൻ ശത്രു എന്ന് പറയാൻ പറ്റത്തില്ല. അനേകം ശത്രുക്കൾ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 4 ആൾക്കാരോളം ഉണ്ട് നിങ്ങളുടെ ശത്രുക്കളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില സമയം അറിഞ്ഞൂടാത്ത ആൾക്കാർ പോലും നിങ്ങളെ ശത്രുവായി കണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നു. അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവും ഉണ്ടാവത്തില്ല, പക്ഷേ എങ്കിലും അവർ നിങ്ങളെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ വന്ന് നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി നിങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളെ വിട്ട് പോയി എന്നുള്ളതിൻ്റെ മെയിൻ ഒരു ഉദാഹരണം നിങ്ങൾ പാസ്റ്റിൽ നിന്ന് പുറത്ത് വരും. അതായത് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഒരു കാലിൽ കയറ് കെട്ടി നിങ്ങളെ വലിക്കുന്നത് പോലെ ആരോ പാസ്റ്റിൽ തന്നെ ഇരിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന രീതിയിൽ. അപ്പോൾ ഇനി ആ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ എന്ത് കളിയാണോ ഈ നെഗറ്റിവിറ്റി നിങ്ങൾക്കെതിരെ ചെയ്തത് ആ ഒരു കളി അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് ഉണ്ടാവാൻ പോകുകയാണ്. അപ്പോൾ നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വളരെ മോശം ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ അതിന് വിപരീതമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ലൈഫിൽ മോശം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, അതായത് അവിടെ നിങ്ങൾ തോക്കാൻ പോകുന്ന അവസ്ഥ, നിങ്ങളെ സഹായിക്കാൻ ഈശോ എന്നല്ലാതെ വേറെ ആരുമില്ല, ആ ഒരു സ്ഥിതിയിൽ ഒരു മിറാക്കിൾ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചക്രാസ് ഏകദേശം ബാലൻസിൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ ആ ഒരു പെരുമാറ്റ രീതി, മറ്റുള്ളവരോടുള്ള അതിലെല്ലാം ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. കൂടാതെ ഡിസിഷൻ എടുക്കാനുള്ള പവർ, കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ലൈഫിൽ എന്ത് മോശം സ്ഥിതി ആയിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടി ആക്ഷൻ എടുക്കും, അങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ. നിങ്ങളുടെ ജീവിതം ജീവിക്കുന്ന ആ ഒരു രീതിയിലൊരു മാറ്റം ഉണ്ടായി. നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്ന രീതിയിലൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. മുമ്പേ ഉള്ള പോലെ അല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവം. കൂടാതെ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആവുക, ഏഞ്ചൽ സൈൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഇതാണ് ക്ഷമാഭാവം വരിക. അതായത് മുന്നേ എന്തിനും കടിച്ചു കീറാൻ നിൽക്കുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ, ദേഷ്യം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്ഷമാഭാവം വന്നു. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഇത്രമാത്രം ട്രസ്റ്റ് ഉണ്ടായി, അത്രമാത്രം നിങ്ങളുടെ ആ ഒരു എനർജിയിലും മാറ്റം വന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം യൂണിവേഴ്സ് നോക്കിക്കോളും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിലുള്ള ട്രസ്റ്റ് ഇനിയും കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ യൂണിവേഴ്സ് കേൾക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും ഇനി അങ്ങോട്ട്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കണം എന്നാണ് ബ്രഹ്മാണ്ടം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ബ്രഹ്മാണ്ടം ആഗ്രഹിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ഓരോ ആഗ്രഹമായിട്ട് യൂണിവേഴ്സ് പൂർത്തിയാക്കി തരുന്നതാണ്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എക്സ്ട്രാ ബുദ്ധി കാണിച്ച് നിങ്ങളുടെ ലൈഫിനെ മോശമാക്കാൻ ശ്രമിക്കത്തില്ലേ, അതേപോലെ ഒരു വ്യക്തി ഇവിടെ ഉണ്ട് നിങ്ങളുടെ ലൈഫിലും. അതായത് ആ വ്യക്തി ഒത്തിരി നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചു. കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാത്തതാണ്, പക്ഷേ ആ വ്യക്തി ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെയാണ് പല കാര്യങ്ങളുടെയും ആ ഒരു കർമ്മഫലം അനുഭവിച്ചത്. കാരണം ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾ അനുഭവിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു വ്യക്തി അവരുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് ചെയ്തത്. ഇനി യൂണിവേഴ്സിൻ്റെ പവർ എന്താണെന്ന് അവർക്ക് ഇനി കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനൊരു ന്യായം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. കാരണം ഒത്തിരി പ്രാവശ്യം നിങ്ങൾ യൂണിവേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞു, അതായത് ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ദൈവമേ ഈ ഒരു കർമ്മഫലം അനുഭവിച്ചത്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരുന്നു, മറ്റൊരാളുടെ ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ഇത് ഞാൻ അനുഭവിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ആ ഒരു ന്യായം നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അതിൻ്റെ ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുക. സിൽവർ കളറിലുള്ള നെയിൽ പോളിഷ് ഇല്ലേ, അത് കയ്യിൽ ഇടാൻ ശ്രമിക്കുക നിങ്ങൾ.
ഇനി മെയിൽ പേഴ്സണായിട്ടുള്ള ആൾക്കാർ വൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. യെല്ലോ ഓർ വൈറ്റ് കോമ്പിനേഷനിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ക്രീം കളർ ഷർട്ടില്ലേ, വെള്ള ഷർട്ടില്ലേ, അതൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. ഇനി ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഈ കളർ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ യെല്ലോ വൈറ്റ് നിറത്തിലുള്ള കർച്ചീപ്പ് ഉണ്ടാവും, അത് കയ്യിൽ സൂക്ഷിച്ചാലും മതി. ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ ആ ഒരു വർഷമാണ് ഈ വർഷം. സൂര്യഭഗവാന്റെ നിറേതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. ഒരു വ്യക്തിക്ക് എപ്പോഴാണ് അവരുടെ ശരീരത്തിൽ മരുന്ന് എഫക്റ്റ് ചെയ്യുന്നത്, അതായത് അവരായിട്ട് തന്നെ ചില ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നത് നിർത്തുമ്പോൾ, അവരുടെ ആ ഒരു ആഹാര രീതിയിൽ മാറ്റം കൊണ്ടുവരുമ്പോഴാണ് ശരീരത്തിൽ മരുന്ന് എഫക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ചില കളറുകളും. നമ്മൾ ചില നിറങ്ങൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മളുടെ ആ ഒരു സാഹചര്യം നമുക്ക് ഫേവറായിട്ട് മാറുന്നു. നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്, അതായത് കുറച്ച് സമയം ഹെയർ ഫോൾ കാണത്തില്ലായിരിക്കും, വീണ്ടും പഴയ അവസ്ഥ, വീണ്ടും ഹെയർ ഫോൾ വരുന്ന അവസ്ഥ. ഇല്ല എങ്കിൽ റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിൽ എന്തെങ്കിലും വേദന, എപ്പോഴും റൈറ്റ് ഹാൻഡിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. കൂടുതലും റൈറ്റ് സൈഡാണ് നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. വയറ് സംബന്ധമായിട്ടുള്ള വേദന, പല്ല് വേദന, കൈകാൽ വേദന, ഇതൊക്കെ ഈ ഒരു റൈറ്റ് സൈഡാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് കാരണം സംബന്ധമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള താളമേളത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇല്ല എങ്കിൽ എപ്പോഴും ഒരു വിറയൽ പോലെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപായം ചെയ്യുക. അതായത് പശുവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ആഹാരം അവർക്ക് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ റൈറ്റ് സൈഡിൽ സംബന്ധമായിട്ടുള്ള വേദനയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കഴിക്കാൻ വേണ്ടി, അതിൽ നിന്ന് 2 ചപ്പാത്തി എടുത്ത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കഴിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർക്ക് കൊടുത്തിട്ട് വരിക. അങ്ങനെ നിങ്ങൾ 15 ദിവസം കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ നിസ്വാർത്ഥ ഭാവത്തോടെ ചെയ്യണം. ഒരിക്കലും ഒരു ഇൻറ്റൻഷൻ വച്ചിട്ട് ചെയ്യരുത്. ഒരു വ്യക്തിയുടെ വയറ് നിറയ്ക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണത്. ഇത് നമ്മുടെ കർത്തവ്യമാണ്. എവിടെയാണോ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്ക് അപ്പോൾ തന്നെ അതിനുള്ള വ്യവസ്ഥകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നമ്മൾ ഒരിക്കലും വലിയ ഒരു കാര്യമല്ല ചെയ്യുന്നത്, നമ്മുടെ കർത്തവ്യം ചെയ്യുന്നു എന്ന് മാത്രം വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ് എങ്കിൽ എൻ്റെ റീഡിങ്ങിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ റീഡിങ്ങിലൂടെ നിങ്ങളുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കും. അതായത് എൻ്റെ മനസ്സിൽ എന്തുമാത്രം വേദനകളാണ് ഞാൻ വച്ചിരുന്നത്, എൻ്റെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എനിക്ക് ഇതിൽ നിന്ന് ലഭിച്ചു, അങ്ങനെ മനസ്സിലൊരു സമാധാനം നിങ്ങൾക്ക് ഫീലാകും ഈ ഒരു ടാറോ റീഡിങ്ങിലൂടെ. പിന്നെ ആരുടെ അടുത്തൊക്കെയാണോ ഒരു ചേഞ്ചസ് ഉണ്ടാകണമെന്ന് അവരുടെ ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവരുടെ അടുത്തൊക്കെ ഈ ഒരു റീഡിംഗ് എത്തുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ലിമിറ്റിന് ക്രോസ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം ഒരു ലിമിറ്റ് ക്രോസ് ആയിട്ടായിരിക്കും. നിങ്ങളുടെ കൂടെ മോശം ചെയ്തവർക്ക് അവരുടെ കർമ്മ റിട്ടേൺ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ശാന്തി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി വരാൻ പോകുന്ന ദിവസം 3-നും 5-നും ഇടയിൽ നിങ്ങൾ തനിയെ ഉണരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് സ്വപ്നമായിരിക്കും കാണാൻ സാധിക്കുന്നത്. പിന്നെ തലയിൽ ആരോ കൈവച്ച് നിങ്ങൾക്ക് ആശീർവാദം തരുന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും നിങ്ങൾക്ക്. പിന്നെ ആരെങ്കിലും എക്സസൈസ് യോഗ ചെയ്യാൻ നിങ്ങളോട് പറയും, അതനുസരിച്ച് അവർ ആ ഗൈഡൻസ് പോലെ നിങ്ങളത് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സമയം. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയൊരു റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.